അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. മിക്കവാറും എല്ലാ ഡി ബ്ലോക്ക് എലമെൻസും മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ദേ ആർ ഹാവിങ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ആൻഡ് the melting and boiling point starts to increase from left to right in a period. ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇവയുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടി വരുന്നത്? ഇവിടെ നമുക്ക് പറയാവുന്നത് ഈ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഈ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് അതിൻ്റെയും കാരണം. ഇവിടെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിൻ്റെയും ഒരു പ്ലോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് എന്നിവയുള്ള എലമെൻസിനെയാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും സെയിം ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3D സീരീസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സ്കാൻറ്റിയം മുതൽ സിങ്ക് വരെ വരുന്ന എലമെൻസ് ആണ് 3D സീരീസിലുള്ളത്. ഇവിടെ ടൈറ്റാനിയം മുതൽ കോപ്പർ വരെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാനായിട്ട് സാധിക്കും ടൈറ്റാനിയം മുതൽ ക്രോമിയം വരെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടി വരുന്നു, പിന്നീട് കുറയുന്നു. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ ഏറ്റവും കൂടിയ രീതിയിൽ ഏറ്റവും പീക്ക് പോയിന്റിലെത്തുകയും പിന്നീട് അത് കുറയുന്നതായിട്ടും കാണാം. എന്താണ് ഇതിന് പിന്നിലെ കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ ഹൈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. മാത്രമല്ല ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം n-1d in addition to ns electrons in interatomic metallic bonding. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം തന്നെ മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റംസ് തമ്മിൽ ബോണ്ടിങ് നിലനിർത്തുന്നത് മെറ്റാലിക് ബോണ്ടിങ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മെറ്റാലിക് ബോണ്ടിങ് എപ്പോഴാണ് സ്ട്രോങ് ആവുന്നത്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്തോറും മെറ്റാലിക് ബോണ്ടിങ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ സ്കാൻറ്റിയം മുതലുള്ള എലമെൻസിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സ്കാൻറ്റിയം നോക്കുമ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണുള്ളത്. അതിനാൽ ആ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കും അതിന് വരിക. പിന്നീട് ടൈറ്റാനിയം വരുമ്പോൾ 2 ഇലക്ട്രോണായി മാറി, വനേഡിയം വരുമ്പോൾ അത് 3 അൺപെയർഡ് ഇലക്ട്രോണായി. എന്നാൽ ക്രോമിയം വരുമ്പോൾ ഇവിടെ 4 + 1 5 അൺപെയർഡ് ഇലക്ട്രോണുകളായി. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോണുകൾ വരുമ്പോൾ ഇവയുടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ആറ്റംസ് തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബോണ്ടിങ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രോമിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത സീരീസിലെ എലമെൻസ് ആയിട്ടുള്ള മോളിബ്ഡിനത്തിൻ്റെയും ടങ്സ്റ്റൻ്റെയും കാര്യം. ഇവിടെ n-1dയിലെ ഇലക്ട്രോൺസും ns3 ഇലക്ട്രോൺസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇൻ്റർ ആറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. അതിനാൽ അതിനെ ബ്രേക്ക് ചെയ്ത് മെൽറ്റ് ചെയ്യിക്കാൻ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ക്രോമിയം എന്തുകൊണ്ടാണ് ഹൈ വാല്യൂ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? എന്നാൽ തൊട്ടടുത്തേക്ക് നോക്കൂ. തൊട്ടടുത്ത് നമുക്ക് കാണാം മാംഗനീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ക്രോമിയത്തിനേക്കാളും വളരെ താഴെയാണ്. ഇവിടെ ഈ ഒരു ഫിഗറിൽ ഇത് മാംഗനീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറഞ്ഞു വന്നതായിട്ട് കാണാം. എന്താണ് അതിന് പിന്നിലെ കാരണം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാംഗനീസിൻ്റെ കാര്യത്തിലും അതിന് തൊട്ട് മുകളിലുള്ള ടെക്നീഷ്യത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ ഒരു സെയിം റീസൺ തന്നെയാണ് പറയുന്നത്. ഇവിടെ മാംഗനീസിൻ്റെയും ടെക്നീഷ്യത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് അല്ലേ? അപ്പോൾ ഇത് എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ D5, അതായത് ഇവിടെ മാംഗനീസിൻ്റെ കേസിലാണെങ്കിൽ 3D5 ഓർബിറ്റൽസ് ന്യൂക്ലിയസിന് പുറത്തായിട്ട് നിൽക്കുമ്പോൾ D5 എക്സ്ട്രാ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഈ D ഇലക്ട്രോൺസിനെ അതിലേക്ക് വളരെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു.
അപ്പം ഇങ്ങനെ ന്യൂക്ലിയസ് വളരെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആറ്റംസ് തമ്മിലുള്ള ഇൻ്റർ ആറ്റോമിക് സ്ട്രെങ്ത് വളരെ കുറവാണ്. ഒരു മാംഗനീസും തൊട്ടടുത്ത മാംഗനീസും തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ്? D5 ഓർബിറ്റൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതിന്. അപ്പോൾ ആറ്റം തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ തന്നെ ആ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പോലും ആ ബോണ്ടിങ് അത്രയ്ക്കും സ്ട്രോങ് അല്ല. എന്തുകൊണ്ടാണ്? D5 ഈസ് എക്സ്ട്രാ സ്റ്റേബിൾ, ഇറ്റ് ഈസ് വെരി മച്ച് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ അത് ബോണ്ടിങ്ങിൽ അധികം സ്ട്രെങ്ത് കാണിക്കുന്നില്ല. അതിനാലാണ് ഇവിടെ മാംഗനീസിൻ്റെയും പിന്നെ ടെക്നീഷ്യത്തിൻ്റെയും ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറഞ്ഞു വരുന്നത്. നമുക്ക് പറയാവുന്ന പോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലായിട്ടുള്ള മെറ്റൽസിന് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലും പിന്നീട് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറഞ്ഞു വരുന്നതിന് ആനുപാതികമായിട്ട് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ടും കാണാം.